കോടമഞ്ഞ് മൂടിയ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഇരുണ്ട വനമാണ്. ആ ഗ്രാമത്തിലാണ് നമ്മുടെ അപ്പോത്തിക്കരിയായ, അതായത് വൈദ്യനായ ജാസ്പർ താമസിക്കുന്നത്. ജാസ്പറിൻ്റെ കട ആ നാട്ടിലെങ്ങും പ്രസിദ്ധമായിരുന്നു. ആളുകൾ എന്ത് അസുഖം വന്നാലും ആദ്യം എത്തുക ജാസ്പറിൻ്റെ കടയിലേക്കാണ്. അവർക്കവനെ വലിയ വിശ്വാസമായിരുന്നു. ജാസ്പറിന് ഒരു 22 വയസ്സ് പ്രായം കാണും. അവൻ ഇതെല്ലാം പഠിച്ചെടുത്തത് അവൻ്റെ മുത്തശ്ശിയിൽ നിന്നാണ്. പല വിധത്തിലുള്ള ഔഷധ സസ്യങ്ങളുടെ ഇലകളും വേരുകളും ഒക്കെ വെച്ച് എങ്ങനെ കഷായങ്ങൾ ഉണ്ടാക്കാമെന്നും ഏതൊക്കെ അസുഖങ്ങൾക്ക് അതുകൊണ്ട് ചികിത്സിക്കാമെന്നുമെല്ലാം അവൻ്റെ മുത്തശ്ശി അവനെ വളരെ വൃത്തിയായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുത്തശ്ശിയില്ലെങ്കിലും അവൻ വളരെ ഭംഗിയായി തന്നെ ആ കട നടത്തിക്കൊണ്ടു പോകുന്നു. അവൻ്റെ ശാന്തമായ സ്വഭാവവും അസുഖങ്ങൾ മാറ്റാനുള്ള കൈപുണ്യവും കാരണം ആ നാട്ടിലെ ആളുകൾ അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ കട കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല വൃത്തിയോടെയും ഭംഗിയോടെയും അടുക്കി വച്ചിരിക്കുന്ന ചില്ലുഭരണികളും പിന്നെ നല്ല ഭംഗിയോടെ തൂക്കിയിട്ടിരിക്കുന്ന ഉണങ്ങിയ സസ്യങ്ങളും ഒക്കെയായി അവൻ്റെ കടയിൽ നല്ല മണവും നല്ല ഒരു സുഖപ്രദമായ അന്തരീക്ഷവുമാണ് എപ്പോഴും. ശരത്കാലത്തിലെ ഒരു വൈകുന്നേരം സൂര്യൻ്റെ അവസാന കിരണവും ആകാശത്തോട് യാത്ര പറഞ്ഞ് പോകാറായി. ഇരുട്ടിന് പുൽകാൻ നിൽക്കുന്ന ആകാശം. ആ സമയത്താണ് അവൻ്റെ കടയുടെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. ആരാണാവോ ഈ സമയത്ത് എന്നവൻ കരുതി. അവൻ ചെന്ന് വാതിൽ തുറന്നു നോക്കി. അവിടെ ഇരുട്ടിൽ പുതച്ച് ഒരു മനുഷ്യൻ നിൽക്കുന്നു. വൈദ്യൻ, എന്നെ ഒന്ന് സഹായിക്കണം. അയാളുടെ ശബ്ദം സങ്കടകരമായിരുന്നു. ജാസ്പറിന് എന്താണ് അയാളുടെ അസുഖമെന്ന് മനസ്സിലായില്ല. അയാളോട് പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് വരൂ, ഞാൻ നോക്കട്ടെ, എന്താ പ്രശ്നം? വിറയാർന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു, വർഷങ്ങളായി ഒരു നിഴൽ എന്നെ പിന്തുടരുന്നു. എനിക്കൊരു ദിവസം പോലും ഉറങ്ങാൻ സാധിക്കില്ല. എപ്പോൾ ഉറങ്ങിയാലും ദുസ്വപ്നങ്ങളായി അതെന്നെ ഉണർത്തും. എനിക്ക് ഭയങ്കരമായൊരു ഭാരം അനുഭവപ്പെടുന്നു. ഏത് നിമിഷവും അതെൻ്റെ ആത്മാവിനെ മുഴുവനും കാർന്നു തിന്നുകയാണ്. എൻ്റെ ആരോഗ്യം മുഴുവനും സന്തോഷവും എല്ലാം അതെൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനൊരു ദൂരെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് വൈദ്യന്മാരെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ എവിടെ നിന്നും എനിക്ക് ഫലപ്രദമായ ഒരു പരിഹാരം കിട്ടിയില്ല. ഇനി നിങ്ങളാണ് എൻ്റെ പ്രതീക്ഷ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാൻ മരണത്തിൻ്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. ജാസ്പറിന് അയാളുടെ കണ്ണുകളിലെ ഭീതിയും നിരാശയും കണ്ടപ്പോൾ അയാൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലായിരുന്നു. അവന് എങ്ങനെയെങ്കിലും ഇയാളെ സഹായിക്കണമെന്ന് തോന്നി. അവൻ അതിനെ ആലോചിച്ചു. ശരി, നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഉറക്കമാണ്. ഉറങ്ങാനുള്ള മരുന്ന് ഞാൻ ഉടനെ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അവൻ കമോമയിലും ലാവൻഡറും സേജും എല്ലാം പൊടിച്ച് ഒരു പാനീയമുണ്ടാക്കി അയാൾക്ക് കുടിക്കാൻ കൊടുത്തു. ഇത് കുടിച്ചിട്ട് ഇന്ന് നിങ്ങൾ സുഖമായി ഉറങ്ങൂ. ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ഉറക്കം കിട്ടും. എന്നിട്ട് നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ശരി എന്ന് പറഞ്ഞ് അയാളത് വാങ്ങിക്കുടിച്ചു. തിരിച്ചു പോയി. ജാസ്പർ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് ആ ഇരുണ്ട നിഴലിനെ മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു സമാധാനവും ഈ ജീവിതത്തിൽ കിട്ടില്ല. അപ്പോഴാണ് അവന് നിലാവെളിച്ചം എന്ന ചെടിയുടെ കാര്യം ഓർമ്മ വന്നത്. അത് എടുക്കണമെങ്കിൽ നാളെ രാത്രി ആവണമിനി. ഗ്രാമത്തിലുള്ള എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് കാട്ടിലെ ആർക്കും അറിയാത്ത കുറച്ച് പാതകളുണ്ട്. അവൻ്റെ മുത്തശ്ശി അവനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ പാതകളിലൂടെ പോയി അതിൻ്റെ ഇലകൾ ശേഖരിച്ച് കൊണ്ടുവരണം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ അതിനായി പോയി. വനത്തിനുള്ളിലെ ആരും പോകാത്ത വഴിയിലൂടെ അവൻ നടന്നു. അവിടെ ചന്ദ്രവെളിച്ചം പോലും എത്താത്ത ഒരു സ്ഥലമാണ്. വളരെ ഇരുട്ട് നിറഞ്ഞ സ്ഥലം. അതിലൂടെ നടന്ന് നിറയെ വള്ളിപ്പടർപ്പുകളും ചുറ്റിപ്പിണിഞ്ഞു കിടക്കുന്ന മരങ്ങളുമുള്ള ഒരു സ്ഥലത്തെത്തി. തൻ്റെ കയ്യിലുള്ള റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട് അവൻ അവിടെയെല്ലാം നോക്കി. അതാ നിൽക്കുന്നു നിലാവെളിച്ചം എന്ന ചെടി. അവന് സന്തോഷമായി. അവൻ അവിടെ ചെന്ന് നിന്ന് അതിൻ്റെ ഇലകൾ പറിച്ച് അവൻ്റെ സഞ്ചിയിലേക്കിട്ടു. തൻ്റെ മുത്തശ്ശിയെയും ആ കാടിനെയും അവൻ നന്ദിയോടുകൂടി ഓർത്തു. എന്നിട്ട് അവൻ അതുമായി വീട്ടിലേക്ക് വന്നു. അത് കടയിൽ കൊണ്ടുവന്ന് പൊടിച്ചിട്ട്
തേനുമായി ചേർത്തു. അതൊരു നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കുഴമ്പാക്കി മാറ്റി. എന്നിട്ട് പിറ്റേ ദിവസം അയാൾ വന്നപ്പോൾ അയാളോട് പറഞ്ഞു, നല്ല പൂർണ്ണചന്ദ്രനുള്ള ദിവസം നിങ്ങളുടെ ദേഹത്ത് മുഴുവനും, അതായത് നെഞ്ചുഭാഗത്തും ശരീരത്തിലുമൊക്കെ നല്ലതുപോലെ ഈ മരുന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പൂർണ്ണചന്ദ്രനെ നോക്കി ധ്യാനിച്ച് ഇരിക്കുക. എല്ലാ നെഗറ്റീവ് എനർജികളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. അയാൾ ചെയ്യാം എന്ന് തലയാട്ടി. അങ്ങനെ അടുത്ത പൂർണ്ണചന്ദ്രനുള്ള ദിവസം അയാൾ ജാസ്പർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഒരു കറുത്ത പുക അയാളുടെ നെഞ്ചിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അയാൾ കണ്ടു. അത് പോകുന്തോറും അയാളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഒക്കെ തിരിച്ചു വന്നത് അയാൾ അനുഭവപ്പെട്ടു. തൻ്റെ ശരീരത്തിൽ നിന്നും ആ ഭാരം പോയപ്പോൾ അയാൾ വർഷങ്ങളെ അനുഭവിക്കാതിരുന്ന സന്തോഷം അയാൾക്ക് കിട്ടി. ജാസ്പറിനെ അയാൾ നന്ദിയോടെ കൂടി ഓർത്തു. പിറ്റേ ദിവസം അയാൾ ജാസ്പറിൻ്റെ കടയിലെത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. അയാളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ജാസ്പറിനും ഒരുപാട് സംതൃപ്തിയും സന്തോഷവും ഒക്കെ തോന്നി. ആ മനുഷ്യൻ അയാളുടെ നാട്ടിലും മറ്റന്യദേശങ്ങളിലുമൊക്കെ പോയി ജാസ്പറിൻ്റെ രോഗം മാറ്റാനുള്ള കഴിവിനെക്കുറിച്ച് പറഞ്ഞു നടന്നു. അങ്ങനെ ഒരുപാട് ദൂരനാട്ടുകളിൽ നിന്നും ജാസ്പറിനെ കാണാൻ ആളുകളെത്തി. അവന് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഒരുപാട് ലഭിച്ചു.